കേരളത്തിന്റെ ഏറ്റവും ഉന്നതിയിലുള്ള, അതായത് മിസ് കേരള എന്ന പദവിയിൽ നിന്ന് ലഭിച്ച് ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്നുകൊണ്ട് സ്വന്തം ജന്മനാട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഗോപിക. ആദ്യമേ തന്നെ പറയട്ടെ, നമ്മുടെ ഈ നാടിന്റെ ഏരിയശി ഗ്രാമത്തിന്റെയും ഏരിയശി ഗ്രാമം എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെയും സ്നേഹാദരങ്ങൾ നൽകുക. നാട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഗോപിക ഈ ഒരു കോൺടെസ്റ്റ് ഉണ്ടല്ലോ, ബ്യൂട്ടി കോൺടെസ്റ്റിലേക്ക് ആദ്യമായിട്ടാണോ കടന്നു? അതെ അതെ, ആദ്യത്തെ തവണയാണ്. ഇതിനു മുമ്പില് ചിലര് എൻകറേജ് ചെയ്തിരുന്നു, പക്ഷെ കോളേജുകാരനൊക്കെ ടൈം കിട്ടിയില്ല. പിന്നെ ഈ കോവിഡ് തുടങ്ങിയ മുതൽ ഓൺലൈൻ ക്ലാസ്സസ് വന്ന മുതല് ഒരുപാട് ടൈം കിട്ടി. അതുകൊണ്ട് തന്നെ ഞാൻ നോട്ടിഫിക്കേഷൻ കണ്ട സമയത്ത് അപ്ലൈ ചെയ്ത് നോക്കി. ക്രൗഡിന് ജയിക്കണമെന്നൊന്നും ഉണ്ടായില്ല, പക്ഷെ ഒന്ന് വെറുതെ എന്തായാലും ടൈം ഉണ്ടായിരുന്നു, എനിക്ക് ആ ഓപ്പർച്യൂണിറ്റി ഒന്ന് കിട്ടിയ ടൈമിൽ ഞാൻ വിളിച്ചു ട്രൈ ചെയ്ത് നോക്കാം, അങ്ങനെ അപ്ലൈ ചെയ്തതാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോൺടെസ്റ്റിൽ അതെ അപ്ലൈ ചെയ്യുന്നത്, പങ്കെടുക്കുന്നത്. അപ്പൊ ആദ്യത്തെ കോൺടെസ്റ്റിൽ തന്നെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ ആദ്യത്തെ കോൺടെസ്റ്റിൽ തന്നെ അതിന്റെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തുക എന്നുള്ളത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഗോപിക അല്ലെ, അങ്ങനെ എനിക്ക് തോന്നുന്നു. ഒരുപാട് കഠിനാധ്വാനം വേണ്ട ഒരു മത്സരമാണ്. പ്രാധാന്യം സൗന്ദര്യത്തിനുണ്ടെങ്കിലും അതിലുപരി നമ്മുടെ കാഴ്ചപ്പാടുകളെയും ആത്മവിശ്വാസത്തെയും സർവോപരി നമ്മുടെ ബുദ്ധി ഒക്കെ പരീക്ഷിക്കപ്പെടുന്ന ഒരു വിശാലമായ ഒരു തലമാണ് ഈ മത്സരത്തിനുള്ളത്. എത്രമാത്രം ഈ രീതിയിൽ പിന്നെ ഇതിനെ വിലയിരുത്തുന്നവര്, അതായത് സാധാരണക്കാരെ നമുക്കൊക്കെ അങ്ങനെ അറിയില്ലെങ്കിലും നമ്മൾ വായിച്ച് മനസ്സിലാക്കിയ കാര്യമാണ്. അത്രയൊരു ഭൗതികമായ നിലവാരത്തിലൂടെയാണ് ഈ മത്സരത്തിന്റെ ഓരോ ചൂടത്തും നടത്തുന്നത്. എങ്ങനെയാണ് ഈ മത്സരത്തിനെ ഗോപിക സുരേഷ് വിലയിരുത്തുന്നത്? ഞാനിപ്പം പറഞ്ഞപ്പം ക്രൗണ് അല്ലാണ്ട് ആ സെറ്റിനൊക്കെ 7 day ഗ്രൂമിംഗ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. 25 പാർട്ടിസിപ്പൻസിനും ഫൈനലിസ്റ്റിനും ഒരു 7 day ഗ്രൂമിംഗ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം ക്രൗണ് ജയിച്ചൊരു വലിയ കാര്യമാണ്, പക്ഷെ ഞാൻ അതിനെക്കാട്ടും വലിയ കാര്യമായിട്ട് കാണുന്ന ലേണിംഗ് എക്സ്പീരിയൻസ്. ഒരുപാട് ഇപ്പൊ പഠിക്കാൻ പറ്റി. ആ ഒരു 7 ദിവസം നമുക്ക് ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന എത്രയോ അവരവരുടെ ഫീൽഡ്സിൽ ബെസ്റ്റ് ആയ ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. മോഡലിംഗ് ആയാലും നമ്മുടെ സൈക്കോളജി, സെൽഫ് കോൺഫിഡൻസ് കുറച്ചുകൂടി കൂട്ടാൻ വന്ന ആൾക്കാരായാലും എല്ലാ ആസ്പെക്ട്സിലും ഇംപ്രസാരിയോ ലെവൽസ് നമുക്ക് കൊണ്ടുവന്നത് ഏറ്റവും ബെസ്റ്റ് ആയ, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആയ ട്രെയിനേഴ്സിനായിരുന്നു. അതുകൊണ്ട് ക്രൗഡ് ഒരുപാട് സന്തോഷം ജയിച്ചത്. പക്ഷെ അതിനെക്കാട്ടി സന്തോഷം എനിക്ക് ഞാനിപ്പോ വേറൊരു ഗോപിക്ക് പോകുമ്പോൾ ഒരു ഗോപിക്ക് വരുമ്പോൾ 7 ദിവസം കഴിഞ്ഞ് വന്ന സമയത്ത് അങ്ങനെ ഒരു വ്യത്യാസം ഒരു ഗോപിക്ക് ഞാൻ കണ്ടത്. സോ അതിലാണ് ഏറ്റവും സന്തോഷം ലഭിക്കുന്നത്. മത്സരത്തിലൂടെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യം ഒരു പുതുക്കക്കാരി എന്ന രൂപത്തിലുള്ള ഒരു എന്താ പറയാ, മാനസികമായിട്ടൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, അതൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവില്ല സ്വാഭാവികമായിട്ട്. അപ്പൊ അതിനൊക്കെ ആത്മവിശ്വാസം നൽകുന്നത് ഈ ഗ്രൂമിങ്ങിനൊക്കെ വന്ന ആളുകളായിരുന്നു. അവർ തന്നെയാണ്. പിന്നെ അവിടെ നിൽക്കുന്ന എന്നോട് ഒരുപാട് പേര് പറഞ്ഞു, ഇങ്ങനത്തെ പാജൻസിനൊക്കെ പോകും, ഇങ്ങനത്തെ കോമ്പറ്റീഷൻസിന് പോകുമ്പോൾ അവിടെ പെൺകുട്ടികൾ തമ്മിൽ അത്യാവശ്യം ഇത് ചിലപ്പോൾ തട്ടലും മുട്ടിലൊക്കെ നടക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നുണ്ട്. ഇപ്പൊ ചിലര് എന്നെ പോലത്തെ എക്സ്പീരിയൻസ് കുറച്ച് കുറഞ്ഞ ആൾക്കാരായിരുന്നു, ചിലവര് പ്രൊഫഷണലി മോഡൽസ്, ആക്ട്രസസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ എല്ലാവർക്കും ഇങ്ങോട്ടും അങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റി. ഇങ്ങനെ ഡൗൺ ആയ സമയത്തും ഓക്കെ നിന്റെ ഇങ്ങനെ നിനക്ക് ഇവിടെ ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഇമ്പ്രൂവ് ചെയ്യാം, അവരെന്നെ പറഞ്ഞത് നിനക്ക് തിരിച്ചു അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റി. ഇങ്ങനെ ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ട്രെയിനേഴ്സ് ആണെങ്കിലും പ്രാക്ടീസ് ടൈം കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം, അവരോട് സംസാരിക്കാം, നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ്സ് വേണമെങ്കിൽ ചോദിക്കുക, എവിടെ തെറ്റുണ്ട്, എവിടെ പിന്നെയും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫ്രീ എൻവയറമെന്റ് ആയിരുന്നു ആ 7 days. പഠിക്കാൻ എത്ര വേണമെങ്കിലും പഠിക്കാൻ പറ്റി, അങ്ങനത്തെ ഒരു എൻവയറമെന്റ് ആയിരുന്നു. വളരെ എൻജോയ് ആയിട്ടാണ് നമ്മൾ മത്സരത്തെ സമീപിച്ചത്. ഒരു വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതിപ്പം സ്വാഭാവികം ഉണ്ടാവും, 7 ദിവസം ടൈം കിട്ടുന്നു. പക്ഷെ നമ്മൾ ടെൻഷൻ അടിച്ച് ഒരുപാട് ചിന്തിച്ചാൽ പിന്നെ ടൈം ഉണ്ടാവില്ല. 7 ദിവസം മാത്രമേ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അധികം ദുഃഖിച്ചിരിക്കാൻ ടൈം ഉണ്ടാകത്തില്ല. ഇരുന്നാൽ പിന്നെ കോമ്പറ്റീഷൻ അതിന്റെ വഴിക്ക് പോകും, നമ്മൾ മാത്രം പിന്നാലെ പോകും. സോ ടെൻഷൻ അടിച്ചാലും എല്ലാവരും, ഞാൻ മാത്രമല്ല, എല്ലാ 25 പാർട്ടിസിപ്പൻസ് അത് നല്ല വേയിലാണ് എടുക്കാൻ നോക്കിയത്. അവരെ പെർഫോമൻസിലൂടെ കാണിക്കാൻ എല്ലാവരും ശ്രമിച്ചത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ എനർജി, എല്ലാ തരത്തിലുള്ള എനർജിയും ഫോക്കസ് ചെയ്ത് സാധിച്ചു എന്നുള്ളതാണ്
ഒരുപക്ഷെ ഒരുപാട് സമയം മെനക്കെടാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്ര മാത്രം ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് ചിലപ്പോൾ വരാൻ സാധ്യത ഉണ്ടായില്ല. അങ്ങനെയാണ് മനുഷ്യന്റെ രീതി, അങ്ങനെയാണ്. ഏറ്റവും പ്രഷറിലുണ്ടായ സമയത്ത് അതാണ് നമുക്ക് അച്ചീവ്മെന്റ് കൊടുക്കുന്നത്. അപ്പോ ഗോപിക നാട്ടിലെത്തി, ഈ നാട്ടിൽ വെച്ച് തന്നെയാണ് ഇന്റർവ്യൂ. അതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഏരിയവേശി നാട്ടിലാണ് എത്തിയത്, അമ്മയുടെ സ്വന്തം വീടാണ്. ഗോപിക പലപ്പോഴും പിന്നെ മീഡിയകളില് ഏരിയവേശിയുടെ ഒരു വേരിനെ കുറിച്ച് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പത്തായിക്കുന്ന് സ്വദേശി, തലശ്ശേരി സ്വദേശിയൊക്കെയാണ് പറയുന്നത്. പക്ഷെ ചില ഷോകളിലൊക്കെ നമ്മുടെ നാടിനെ കുറിച്ച് പരാമർശം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത് ഒരുപാട് തിരക്കുകൾക്കിടയിൽ ആണ് നമ്മുടെ സ്വന്തം അമ്മ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്, നമ്മുടെ ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എന്താണ് നമ്മുടെ നാടിനെ കുറിച്ച് ഗോപിയുടെ ചിന്തകൾ, ഓർമ്മകൾ? കാരണം ഇവിടുന്ന് ചെറുപ്പത്തിലായിരിക്കും ഇവിടെ ഉണ്ടായിട്ടുണ്ടാകുക. പിന്നീട് പിന്നെ ഇപ്പൊ ബാംഗ്ലൂരാണ്. ആ ഒരു ഓർമ്മകളെ കുറിച്ച്, നമ്മുടെ നാടിനെ കുറിച്ച് എന്താണ് ഗോപിക്കുന്നത്? എന്താ പറയാ, ഭാവന എന്നൊക്കെ പറയും. ഞാൻ ബാംഗ്ലൂർ ഫാമിലി സെറ്റിൽഡ് ആണെങ്കിലും നമ്മളിവിടെ ഇടക്കിടക്ക് വരാറുണ്ട്. വർഷത്തിലൊരു 4-5 വർഷം എന്തായാലും വരും. ഇവിടെ ആണെങ്കിലും അച്ഛൻ്റെ വീട് പത്തായാലും 2 സ്ഥലത്ത് നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. കസിൻസ് ഇവിടെയാണ്. പിന്നെ അതിനേക്കാൾ ഉപരി എനിക്കിവിടെ ചെറുപ്പം മുതൽ ബാംഗ്ലൂരൊന്നും കിട്ടാത്ത കാര്യങ്ങൾ, പശു, ആട് അങ്ങനെയൊന്നും കിട്ടാത്ത കാര്യമാണ്. അപ്പൊ ഞാൻ നാട്ടിൽ മെയിനായിട്ട് വരുന്നത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ ആടിന്റെ കൂടെ കളിക്കാൻ, പണ്ട് ചെറുപ്പത്തിൽ അല്ലെങ്കിൽ അവരെ പശുക്കുട്ടിയോട് കളിക്കാനൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് ഏകദേശം നാട് വരുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഓർമ്മകളൊക്കെ, ഞാൻ ചെറുപ്പം മുതൽ അമ്മ പഠിച്ച സ്കൂളുമൊക്കെയാണ്. പിന്നെ ഇവിടെ വന്നാൽ എനിക്ക് മിക്ക ടൈമിലും അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ വീട്ടിലേക്ക് അവിടുത്തെ മൃഗങ്ങളുടെ കളിക്കാൻ അങ്ങനെയൊക്കെ സമയം ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെയാണ് ടൈം സ്പെൻഡ് ചെയ്യാറ്. ഇപ്പൊ പിന്നെ ഭയങ്കര ഇഷ്ടമായി ഒറ്റയ്ക്ക് വരാൻ. ഇപ്പൊ ഞാൻ വന്നിട്ട് 2 ദിവസം ആയിരുന്നു. ഇന്നലെ എത്തിയപ്പോ തന്നെ ഒരുപാട് പേര് വിളിച്ചു. ഇവിടുത്തെ അമ്മേനെ പഠിപ്പിച്ച മാഷന്മാരൊക്കെ വിളിച്ചായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഇതുവരെ അങ്ങനെ ഇന്ററാക്ട് ചെയ്യാത്ത മാഷന്മാരും കൂടിയായിരുന്നു. പക്ഷെ വിളിച്ചിങ്ങനെ ഞാൻ സിന്ധുവിനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, സന്തോഷം പഠിപ്പിച്ചു വിളിച്ചത് ഭയങ്കര സന്തോഷമായി. നല്ല സന്തോഷമാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മൊത്തത്തിൽ അഭിമാനമാണ്. അപ്പൊ പിന്നെ ഗോപിക സുരേഷ് സിന്ധുവിന്റെ മകളാണെന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മുടെ ഒരു നാടിന്റെ ഒരു വികാരമാണ് അതാണ്. അപ്പൊ നേരിട്ട് കാണാതുള്ള ഒരു സ്നേഹമായിട്ട്. ഓക്കെ, ഇനിയിപ്പോ ഒരു നല്ലൊരു ഭരതനാട്യം നർത്തകിയാണ് സിന്ധു അല്ലെ? ഈ ഒരു നമ്മളൊരു ടാലന്റ് എത്രമാത്രം സഹായിച്ചിട്ടുണ്ട് ഈ ഒരു കോൺടെസ്റ്റ്? ഡാൻസ് എന്ന് പറയുന്നത് നമുക്ക് ഭരതനാട്യത്തെ പഠിച്ച് പറയാൻ കഴിയില്ല, ശരീരത്തിന്റെ എല്ലാം നൃത്തമാണ്. എത്രമാത്രം സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പ്രാക്ടീസ്? നമുക്ക് 2 പേരെ സഹായിക്കും. അത് ഇതിന് മാത്രമല്ല, ലൈഫിലാണ്. ഒന്ന് ഫിസിക്കലി ഡാൻസ്, ഭരതനാട്യം ആണല്ലോ, ഏതൊരു ഡാൻസോ സ്പോർട്ടോ ഫിസിക്കലി നമ്മളെ സഹായിക്കും. അത് ഏറ്റവും കാണുന്നവർക്ക് അത് മനസ്സിലാവും. ഒരു ഡാൻസിൽ വരുമ്പോൾ ഫിസിക്കലി അത്യാവശ്യം ഫിറ്റ് ആയിരിക്കും. രണ്ടാമത് നമുക്ക് മെന്റലി ഒരുപാട് സഹായിക്കുന്ന ഒരു ഡാൻസ് ഫോമാണ് ഭരതനാട്യം. വേറെ ഒന്നും കാര്യമില്ല, നമുക്ക് ക്വാളിറ്റീസ് നോക്കിയാലും ഇപ്പൊ ഞാൻ പഠിക്കാൻ തുടങ്ങി ഒരു 20 years ആയി. അപ്പോ ചെറുപ്പം മുതലേ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു 20 years ഡാൻസ് എന്നെ പഠിപ്പിച്ച് ഇപ്പം ഡെഡിക്കേഷനാണ് ചെയ്യുന്നത്. അപ്പം അത് ഡാൻസിൽ മാത്രമല്ല കാണുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ ഡെഡിക്കേറ്റ് ആയിരിക്കണം ഡാൻസ് എന്നെ പഠിപ്പിച്ചത്. സോ ഈ ഒരു കാര്യത്തിലും അത് എന്നെ ശരിക്കും അത് ഹെൽപ്പ് ചെയ്തു. ഒരു 7 ദിവസം അങ്ങനത്തെ ചില ക്വാളിറ്റീസ് വരാൻ പറ്റിയ ഒരു 7 ദിവസം ടൈമിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മളിങ്ങനെ സ്റ്റേജിൽ പെർഫോം ചെയ്യും. ഓഫ്കോഴ്സ് ഞാനിപ്പോ ഇതിലൊരു ഫസ്റ്റ് ടൈമറായിരുന്നു, മോഡലിംഗ് അങ്ങനത്തെ ഒരു ഫസ്റ്റ് ടൈമറായിരുന്നു. പക്ഷെ എന്നാലും നമ്മുടെ ഓഡിയൻസിന്റെ കൂടെ കുറച്ചുകൂടിയും ഫെമിലിയർ ആണ്. അങ്ങനെ ഒരു പേടി വരാൻ കുറച്ചുകൂടി കുറവ് ബാക്കി കണ്ടസ്റ്റൻസിനോട് കമ്പയർ ചെയ്യുമ്പോൾ. ഒരു ഡാൻസറിനോ അല്ലെങ്കിൽ ഒരു ആക്ട്രസിനോ കുറച്ചുകൂടി കുറവായിരിക്കും ഒരു ഓഡിയൻസിന് മുമ്പിൽ ആ പേടി വരുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഓഡിയൻസിനെ കാണുമ്പോൾ ഞാൻ ചിലവർ തളർക്കും. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഞാൻ 4 ആൾക്കാരെ മുമ്പിൽ എനിക്ക് കുറച്ചുകൂടി എനർജി കിട്ടുക ചെയ്യുക. അത് ഡാൻസുകാരനാണ്, വേറെ കാരണമല്ല. ചെറുപ്പം മുതൽ ആൾക്കാരെ മുമ്പിൽ പെർഫോം ചെയ്ത കാരണം എനിക്ക് ആ റാമ്പിലും അത്യാവശ്യം നല്ലോണം ചെയ്യാൻ പറ്റി. കുറെ ആൾക്കാരൊക്കെ കണ്ട സമയത്ത് എന്റെ എനർജി കുറച്ചുകൂടി കൂടുതലുണ്ട്. അതെന്തായാലും ഭരതനാട്യം കാരണമാണ് തന്നെയാണ്. നമ്മുടെ അഭ്യസിച്ചൊരു കലാരൂപം തന്നെയാണ്. അതെ. പലപ്പോഴും ഇങ്ങനെയുള്ള ടാലന്റുള്ള കുട്ടികൾ ഒരു ഘട്ടത്തിലെത്തി കഴിയുമ്പോൾ ആ കലയൊക്കെ അവിടെ വെച്ച് സ്വകാര്യ ജീവിതത്തിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. അതിനെ തന്നെ ഡെവലപ്പ് ചെയ്ത് മറ്റുള്ള മേഖലയിലേക്ക് പോകാൻ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് നമുക്കത് മാറി എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ശരി, കുറെ കൂടി മുന്നോട്ട് പോട്ടെ ഭരതനാട്യവും അതുപോലെ തന്നെ മറ്റുള്ള കോമ്പറ്റീഷൻസ്. അപ്പോ
ഈ ഒരു മത്സരത്തില് ഞാൻ ആദ്യമേ പറഞ്ഞു, ബുദ്ധിപരമായിട്ടുള്ള ഒരു സൗന്ദര്യം എന്നുള്ളതിൽ ഉപരിയായിട്ട് നമ്മുടെ എന്താ പറയാ ബുദ്ധിയും സൗന്ദര്യവും ഒത്തിണങ്ങുന്ന ഒരു വേദിയാണ് റാം, അല്ലെ? ഒരുപാട് ജഡ്ജസ്, വളരെ പ്രഗത്ഭരായിട്ടുള്ള ജഡ്ജസിനെയാണ് ഇതിനെ വിലയിരുത്താൻ വേണ്ടി, മത്സരത്തെ വിലയിരുത്തുന്നതിന് വേണ്ടി നമ്മുടെ മുന്നിൽ വന്നിരുന്നത്. അവരുടെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ചോദിച്ചു. അപ്പൊ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ ഗോപികൾക്ക് ഇങ്ങനെ ഒരു പ്രതിഭാപട്ടം, അതായത് മിസ് കേരള പട്ടം ലഭിച്ചത് അവസാനത്തെ ചോദ്യം നിർണായകമായതുകൊണ്ടാണെന്നൊക്കെ വായിച്ചു. എന്തായിരുന്നു ആ അവസാനത്തെ ചോദ്യം? അതിന്റെ മറുപടി എന്തായിരുന്നു? നമ്മളിപ്പം എന്റെ കിട്ടിയ ചോദ്യം ലഹരി ബേസ്ഡ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ ഒരുപാട് കാണുന്നതാണ് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇന്ത്യ മൊത്തം ലഹരിയുടെ യൂസേജ് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അത് ഇപ്പൊ യങ്സ്റ്റേഴ്സിനാണ് ഏറ്റവും അധികം കാണുന്നത്, ചെറിയ കുട്ടികൾ, അതെ, ടീനേജേഴ്സ് ഒക്കെ കാണുന്നത്. സോ അതിനെ നമ്മൾ ആരെ ബ്ലെയിം ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ ഒരു സൈക്കോളജി സ്റ്റുഡന്റ് ആയി ഞാൻ ഒരിക്കലും ബ്ലെയിം ചെയ്യണം, ആ വ്യക്തിയും ബ്ലെയിം ചെയ്യണം ഇല്ല എന്ന് ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ നാച്ചുറലി ഒരു മനഃശാസ്ത്ര സ്റ്റുഡന്റ് ആയതുകൊണ്ട് നമ്മൾ ബാക്കി ഫാക്ടേഴ്സ് ആണ് നോക്കുക. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ബ്ലെയിം ചെയ്ത എഡ്യൂക്കേഷൻ ആയിരുന്നു. മറ്റൊന്നും കാരണം ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏത് ചെറിയ ഗ്രാമത്തിലാണെങ്കിലും സെക്സ് എഡ്യൂക്കേഷൻ ഇപ്പൊ എല്ലാ കുട്ടികൾക്കും ലഭിക്കുന്നുണ്ട്, അത് ഇമ്പോർട്ടന്റും ആണ്. പക്ഷെ അതുപോലെ തന്നെ ആന്റി ഡ്രഗ്സും ആന്റി നാർക്കോട്ടിക് എഡ്യൂക്കേഷൻ ആവശ്യമാണ്. ബിക്കോസ് അത് ആ സ്കൂൾ ലെവലിൽ എടുക്കണമെന്നില്ല കുട്ടികൾ, പക്ഷെ ആ ഒരു എഡ്യൂക്കേഷൻ കിട്ടിയാൽ ചിലപ്പോൾ അവർക്ക് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് അതിന്റെ ശരിക്കുള്ള സൈഡ് എഫക്ട്സ് മനസ്സിലാവും. ഇതിപ്പോ വീട്ടിലും സംസാരിക്കത്തില്ല, സ്കൂളിൽ പോയാലും സംസാരിക്കത്തില്ല. ഇത് ലഭിക്കുന്നവർക്ക് ഇൻഫർമേഷൻ ഇന്റർനെറ്റിലെ കൂടി ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് വഴിയായിരിക്കും. സോ സെക്സ് എഡ്യൂക്കേഷൻ പോലെ തന്നെ അതും ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ബിക്കോസ് അഡിക്ഷൻ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കുറച്ച് യൂസേജ് കൂടിയാൽ വരും. സോ അത് ആ ഒരു ടൈമിൽ അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ എന്താ പറയുക, ഇതിനെ പറ്റി സംസാരിക്കാൻ പാടില്ല. പക്ഷെ നേരെ മറിച്ച് സംസാരിച്ച് അവരെ കുറച്ചുകൂടി എഡ്യൂക്കേറ്റ് ചെയ്താൽ ചിലപ്പം അതിന്റെ റേറ്റ്സ് കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ പേരൻസും ടീച്ചേഴ്സും വഴി അവർ കേൾക്കുന്നത്, അല്ലാണ്ട് ഇന്റർനെറ്റ് വേറെ ഫ്രണ്ട്സ് വഴി അല്ലാത്തതുകൊണ്ട് അവർക്ക് അതിന്റെ ഒരു കറക്റ്റ് ബോധം ഉണ്ടാവും അത് ശരിയാക്കിയിട്ടാണ്. ആ ഒരു ചോദ്യവും ആ ഒരു മറുപടിയാണ് ഈ ഒരു എന്താ പറയാ മിസ് കേരള പട്ടത്തിലേക്ക്. അത് മാത്രമല്ല ഞാൻ പറയില്ല, കുറെ റൗണ്ട്സ് ഉണ്ട് അതിന് മുന്നിൽ തന്നെ, ഒരുപാട് റൗണ്ട്സ് ഉണ്ട്. നമ്മൾ ഗ്രൂമിംഗ് മുതലേ അവർ ശരിക്കും അസസ് ചെയ്യും. നമ്മൾ വരുന്ന സ്റ്റേജിൽ മാത്രമല്ല, പക്ഷെ ആ 7 ദിവസം മൊത്തം അസസ്മെന്റ് ആണ്. നമ്മൾ എങ്ങനെ കാര്യം ചെയ്യുന്നു, നമ്മള് ചെറിയ കാര്യങ്ങൾ നമ്മളെ പങ്ക്ച്വൽ ആണോ സെഷൻസിന് വരുന്ന ടൈമിൽ, അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അവർ അസസ് ചെയ്യുന്നത്. പക്ഷെ ഏറ്റവും അത് ലാസ്റ്റ് ചോദിച്ച ക്വസ്റ്റൻ ആണ് ഭയങ്കര ഒരു ഡിറ്റർമിനിങ് ഫാക്ടർ പറയുന്നത്. അതെ, ശരി. ഇപ്പൊ പിന്നെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞു, സൈക്കോളജിയാണ് അല്ലെ? ക്ലിനിക്കൽ സൈക്കോളജിയാണ്. എന്റെ PG ചെയ്യണം. പിന്നെ അങ്ങോട്ടേക്ക് വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് എന്തെങ്കിലും പ്ലാൻ? സൈക്കോളജി അതെ, PG കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സെമസ്റ്ററും കൂടി ബാക്കിയുണ്ട്. സോ അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ക്ലിനിക്കൽ സൈക്കോളജി ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ അത്യാവശ്യം താല്പര്യം. അതുകൊണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ആക്ടിങ്, മോഡലിംഗ് ഒക്കെ താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു ടൈമിൽ എനിക്ക് പറ്റത്തില്ല. ഈ PG അത്യാവശ്യം നല്ല, ഇപ്പൊ തന്നെ ഞാൻ കുറെ മിസ് ചെയ്തു ഈ കോമ്പറ്റീഷൻ കാരണം. അപ്പൊ എനിക്ക് പിന്നെ ഒന്ന് വരണം, കാച്ചപ്പ് ചെയ്യണം. ഒരു 6 മാസം ടൈമിൽ ഞാൻ എന്തായാലും മൂവീസ് ഒന്നും നോക്കുന്നില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഒരു മിസ് കേരള പട്ടമാണ് ലഭിച്ചു. പിന്നെ അങ്ങോട്ടേക്കുണ്ടല്ലോ മിസ് ഇന്ത്യ പട്ടൊക്കെ ഉണ്ട്. ആ ഒരു കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോകുന്നു. എന്തായാലും തീർച്ചയായിട്ടും ഡൗട്ടില്ല. എനിക്ക് എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഓപ്പൺ ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഇനി മിസ് ഇന്ത്യ പോയാൽ അവിടെ ക്രൗഡ് കിട്ടണം അങ്ങനെ ഒരിക്കലും ആഗ്രഹിച്ചിട്ട് പോകില്ല. ഞാൻ ഇനിയും അവിടുത്തെ ഒരു മാസം ട്രെയിനിങ് ഉണ്ടാവും. അതിലെങ്ങനെയൊക്കെ ഇങ്ങനെ നിർത്തിപ്പെടണം, ആ ട്രെയിനിങ്ങിന് ഇങ്ങനെ ഒരു ഭാഗമാകണം. അതാണ് ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആയിട്ട് എല്ലാവരും നമ്മൾ ഇവിടെ ഇംപ്രസാരിയോ മിസ് കേരളയിൽ വരുമ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു ആദ്യം, നിങ്ങള് വരുന്ന പോലെയല്ല തിരിച്ചു പോകും. അത് ഇപ്പോഴാ ശരിക്കും ട്രൂ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ മിസ് കേരള, മിസ് ഇന്ത്യ ആയാലും എന്തായാലും ഞാൻ ആ ക്രൗഡ് എല്ലാവർക്കും വേണം. ഞാനത് ഡിനൈ ചെയ്യില്ല, എല്ലാവർക്കും അത് വേണം. പക്ഷെ ആ ഗ്രൂമിങ് കിട്ടിയാൽ തന്നെ എനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നുന്നു. വല്ലാത്തൊരു ഇമ്പോർട്ടൻറ്റ്. അതെ. ബിക്കോസ് നമ്മളത് ആ ഒരു
സ്റ്റേജിൽ മാത്രമല്ല യൂസ് ചെയ്യുക. ഇപ്പൊ എനിക്ക് ഇന്റർവ്യൂലൊക്കെ മര്യാദക്ക് സംസാരിക്കാൻ പറ്റുന്നതും കൂടി അത് ആ ട്രെയിനിങ് കാരണമാണ്. പക്ഷെ നമുക്ക് ലൈഫിൽ മൊത്തം അത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ വീണ്ടും ഒരു ചോദ്യം വരികയാണ്. നമ്മുടെ ഗ്രാമത്തിന്, നമ്മുടെ ഒരു ഗ്രാമത്തില് ഇതൊരു എന്താ പറയാ, ഈ ഒരു പൂർണ്ണമായിട്ടും ഒരു പരിചയമുള്ള ഒരു ഫീൽഡല്ല ഇത്, അല്ലെ? ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിലൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇപ്പോ നമ്മുടെ നാട്ടിലാണെങ്കിൽ നിഫ്റ്റ് ആന്തൂർ, പിന്നെ കണ്ണൂരുണ്ട്, ആന്തൂർ പഞ്ചായത്തിലാണ്, മുനിസിപ്പാലിറ്റിയിലാണ്. അവിടെ ഇതിന്റെ സ്ഥാപനം തന്നെയുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു യഥാർത്ഥത്തിൽ ഗോപിക അങ്ങനെ ഫാഷൻ ഫീൽഡിൽ അങ്ങനെയുള്ള ഒരു നിഫ്റ്റ് പോലെയുള്ള ഒരു സ്ഥാപനത്തിലാണ് പഠിച്ചിട്ടുണ്ടാകുന്നതാണ് വിചാരിച്ചത്. യഥാർത്ഥത്തിൽ ആ കുട്ടികൾക്കും ഒരു മാതൃകയായിട്ട് മാറുകയാണ്. നിഫ്റ്റിലൊന്നും പഠിക്കണമെന്നില്ല. അർപ്പണബോധവും ത്യാഗമനോഭാവവും കഠിനാധ്വാനമൊക്കെ ഉണ്ടെങ്കിൽ ഏതൊരു കുട്ടികൾക്കും ബുദ്ധിപരമായിട്ടും ആത്മവിശ്വാസം ഒക്കെയുള്ള ഒരു കുട്ടിക്ക് എത്തിപ്പെടാൻ പറ്റുന്ന മേഖലയാണെന്ന് ഗോപിക യഥാർത്ഥത്തിൽ തെളിയിച്ചിരിക്കുകയാണ്. നിഫ്റ്റിൽ നിന്നൊക്കെ ഇങ്ങനെ വിളി വന്നിരുന്നതായിരിക്കും, അങ്ങനെയുള്ള ഒരു ഫീൽഡിൽ നിന്ന് വിളി വന്നിരുന്നു. നിഫ്റ്റിന് വന്നിട്ടില്ല, പക്ഷെ ഒരുപാട് മുമ്പ് ജയിച്ച മിസ് കേരള അവരൊക്കെ പിന്നെ രഞ്ജിനി ഹരിദാസന്റെ 1 കോടി കണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം ഉണ്ടായി. ആ ഫീൽഡിൽ ഇത്രയും പ്രസിദ്ധമായി നിൽക്കുന്ന ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞു, നല്ല സന്തോഷം ഉണ്ടായി. ഗോപിക്ക് കിട്ടിയ ഒരു കിരീടം യഥാർത്ഥത്തിൽ ഗോപിക്ക് മാത്രമല്ല നമ്മുടെ ഈ ഒരു ചെറിയൊരു ഗ്രാമത്തിന്റെയും കിരീടമാണ് ഗോപിക. അതുപോലെ തന്നെ ഈ ജില്ലയുടെ ഒരു കിരീടമാണ്. സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറുകയാണ്. ഇനി അത് ഇന്ത്യയെയും പ്രതിനിധീകരിക്കട്ടെ. അതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. മാത്രമല്ല വളരെയധികം തിരക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു മിസ് കേരള പട്ടം ലഭിച്ച ഒരു വ്യക്തി ഈ ഒരു സമയത്ത് കിട്ടി ഏകദേശം ഒരാഴ്ചയായിട്ട്. അതിനിടയിൽ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഈ ഗ്രാമത്തിന് വേണ്ടി അല്പസമയം മാറ്റിവെക്കാൻ തന്ന ഒരു മനസ്ഥിതി ഉണ്ടതാണ്. അതിന് അങ്ങേയറ്റം നന്ദി പറയുകയാണ്. ആ സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിന് ഈരേശി ഗ്രാമത്തിന്റെ എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. ഇനിയും ഹൈറ്റ്സിലേക്ക് പോകുമ്പോൾ ഈ ഗ്രാമത്തെയും ഈ ഗ്രാമവാസികളെയും ഓർക്കണം എന്നാണ് പറയാനുള്ളത്. ഗ്രാമത്തിന് വേണ്ടി എന്തെന്ന് പറഞ്ഞു. എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് വെച്ചാൽ ഇവിടെ ഒരുപാട് പെൺകുട്ടികള് ഈ നാട്ടില്, ഇത് ഞാൻ ഇവിടെ എല്ലാ വർഷവും വരുന്നേ. അപ്പം കഴിഞ്ഞ വർഷം ലോക്ക്ഡൌൺ തന്നെ ഈ ബാലസംഘം ഒക്കെ ഞാൻ എന്റെ കസിൻസ് ഒക്കെ ഉണ്ടായതായിരുന്നു. സോ ഞാൻ കണ്ടിരുന്ന എത്ര പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികൾ എല്ലാവരും എന്ത് ഭയങ്കര ഒരു ഊർജ്ജമുള്ള യൂത്താണ് ശരിക്കും. സോ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. ഇതിപ്പം ഈ ഒരു ഫീൽഡ് മാത്രം അല്ല, ഏതൊരു ഫീൽഡ് എടുത്താലും അത് ഫുൾ ഇങ്ങനെ ഒരു 18 വയസ്സ് വരെ നമ്മൾ ഇങ്ങനെ നിൽക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒതുങ്ങും. അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ആയിരിക്കും വരാൻ പാടില്ല. നമുക്ക് ഉള്ള ദൈവം തന്നിട്ടുള്ള എനർജിയും ഗിഫ്റ്റ്സും ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ നോക്കണം. അതിപ്പോ എത്രയോ പേര് കല്യാണം കഴിഞ്ഞിട്ടും ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്റെ അമ്മ തന്നെ കല്യാണം കഴിഞ്ഞിട്ടാണ് ബിസിനസ് ഒക്കെ തുടങ്ങി, ഫ്രീ സ്കൂളൊക്കെ തുടങ്ങി. ഇപ്പം ഏജ് ഇസ് നോട്ട് എ ബാരിയർ. നമുക്കത് സാർ പറയുമ്പോൾ ലിഫ്റ്റിൽ പോകണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് കുറച്ചൊരു അത്യാവശ്യം ബോധം ഉണ്ട്. പക്ഷെ എഡ്യൂക്കേഷൻ ഫിനിഷ് അതൊരു മസിപ്പ്. എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഇങ്ങനെ 12th കഴിഞ്ഞു, എനിക്ക് മിസ് കേരള ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. ഒരു കുഴപ്പമില്ല, പക്ഷെ നമ്മൾ സൈഡ് ബൈ സൈഡ് ഡിഗ്രി ഒക്കെ ചെയ്യണം. ഇതിന് മാത്രം അങ്ങനെ ഫോക്കസ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് സാർ പറഞ്ഞ പോലെ തന്നെ അവിടെ അവർ ഏറ്റവും ഫോക്കസ് കൊടുക്കുന്നത് നമ്മളെ ഇന്റലിജൻസിനും അതിനൊക്കെയാണ്. സോ ഇവിടെ നിൽക്കുന്ന എല്ലാ പെൺകുട്ടികളും എനിക്ക് അത് ആഗ്രഹം. ഇപ്പൊ ഞാൻ മാത്രം ഇരിക്കാൻ പാടില്ല, ഇനി ഒരുപാട് മിസ് കേരളമാർ വരട്ടെ. അതുപോലെ തന്നെ വേറെ ഫീൽഡ്സിനും ഇപ്പൊ വിസ്മയ പോലത്തെ കുറെ വേറെ കുട്ടികളും വരട്ടെ എന്റെ ആഗ്രഹം ഗ്രാമത്തിന്. ഓക്കെ, അപ്പോ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് സമയം നീക്കി വെച്ചതിന്. അച്ഛൻ അമ്മ എന്നുള്ള അവരെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടില്ല തോന്നുന്നു. അച്ഛന്റെ പേര് സുരേഷ് ഭാസ്കരൻ. അച്ഛൻ IBM വർക്ക് ചെയ്യുന്നു ബാംഗ്ലൂർ. അമ്മ സിന്ധു സുരേഷ് അറിയാം. അമ്മ അവിടെ പ്രീ സ്കൂൾ നടത്തുവാണ് ബാംഗ്ലൂരിൽ തന്നെ. എന്റെ അനിയൻ ഹൈദരൻ സുരേഷ്. പൈലറ്റ് ആയിട്ടില്ല, ആ ഷോയില് പൈലറ്റിനെ ആയിട്ടില്ല, പക്ഷെ നമ്മൾ പഠിക്കാൻ പോവാ. 5 ഫെബ്രുവരിയിൽ ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉഡാൻ അക്കാദമിയിൽ ലക്നൌവില് പഠനം തുടങ്ങും. ഫെബ്രുവരി 4 ഓക്കെ, നന്ദി. താങ്ക് യു. നമസ്കാരം.